നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ നങ്കൂരമിട്ടു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് എത്തിയത്. രാവിലെ 7:15 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ കപ്പലെത്തിയത്. വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം കപ്പലിനെ വരവേറ്റു. ജൂലൈ 2 ചൈനയിലെ സിയോമെൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴി 8 ദിവസം കൊണ്ടാണ് ഇവിടെ എത്തിയത്. പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് നടന്നത്. ചരക്ക് കപ്പലെത്തി ട്രയൽ റൺ പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി എന്നർത്ഥം. ബർത്തിംഗ് നടപടികൾ പുരോഗമിക്കുന്നു. നാളെയാണ് ട്രയൽ റൺ നടക്കുക. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത്. ബർത്തിംഗ് കഴിഞ്ഞാൽ ഇമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസും പൂർത്തിയാക്കണം. പബ്ലിക് ഹെൽത്ത് ഓഫീസർ നൽകുന്ന മെഡിക്കൽ ക്ലിയറൻസും വേണം. പിന്നാലെ കണ്ടെയ്നറുകൾ ഇറക്കും. ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാൻ കഴിയാത്തത്ര ശേഷിയുള്ള 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളുമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കും കയറ്റവും നിയന്ത്രിക്കാൻ കഴിയും. കരയോടടുപ്പിക്കാനുള്ള മൂറിംഗ് 10 മണിയോടെ തുടങ്ങി. കൂറ്റൻ വടം ഉപയോഗിച്ച് കപ്പലിനെ ബർത്തിൽ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് മൂറിംഗ്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞത്തേത്. 7700 കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണിത്. മന്ത്രിമാരായ VN വാസവനും സജി ചെറിയാനും വിഴിഞ്ഞത്തെത്തി. നാളെയാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങ്. രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്ക് കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും പങ്കെടുക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളായ കൊളംബോ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്കാണ് പ്രമുഖ കപ്പൽ കമ്പനികളെ പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തേക്ക് ആകർഷിച്ചത്. നിലവിൽ 4-5 ദിവസം കാത്തുകിടന്നാലാണ് ഈ 2 തുറമുഖങ്ങളിലും ചരക്കിറക്കാൻ സാധിക്കുക. ഇത് കപ്പൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വൻ ബാധ്യത വരുത്തുകയാണ്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞത്ത് സജ്ജമാവുന്നതോടെ ഒട്ടും വൈകാതെ അതിന്റെ സാധ്യതകൾ മുതലെടുക്കാൻ കപ്പൽ കമ്പനികൾ ശ്രമിക്കുകയാണെന്നാണ് സൂചനകൾ. കടലിൽ നങ്കൂരമിട്ട സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ ആകെ 22 ജീവനക്കാരാണ് ഉള്ളത്. റഷ്യയിലെ യുക്രൈൻ സ്വദേശികളായ വ്ളോദിമറാണ് ക്യാപ്റ്റൻ. സംഘത്തിൽ 5 ഇന്ത്യക്കാരാണ്. ഇവരിൽ വാണിയംകുളം സ്വദേശി പ്രജീഷ് എന്ന മലയാളിയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.